നമസ്കാരം. മാർച്ച് ആദ്യം പാചകവാതകക്ഷാമം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്ത വരുവോളം യുദ്ധം നമുക്കൊരു ഓൺലൈൻ ഗെയിമായിരുന്നു. പെട്ടെന്ന് ചിരിമങ്ങി. പുതിയ സിലിണ്ടർ പറഞ്ഞ സമയത്ത് കിട്ടിയില്ല. ആരും പറയാതെ തന്നെ പാചകവാതകം കരുതലോടെ ഉപയോഗിക്കാൻ നാം തയ്യാറായി. ഇതാ ഏപ്രിലിൽ പുതിയൊരു വാർത്ത. വൈദ്യുതി ക്ഷാമം രൂക്ഷം. പക്ഷേ യുദ്ധമില്ലല്ലോ. ആവശ്യമില്ലാത്ത ലൈറ്റുകളും തെളിച്ചുകൊണ്ട് ലോഡ് ഷെഡിങ്ങിനെ പഴിക്കുന്ന മറ്റൊരു ഗെയിമിലാണ് നാം ഇപ്പോൾ. 10 മിനിറ്റ് വൈദ്യുതി മുടങ്ങുമ്പോൾ വിയർത്തൊലിക്കുന്ന നാം തിരുത്തലുകൾക്ക് തയ്യാറാകേണ്ടിയിരിക്കുന്നു. ആ ലൈറ്റ് ഒന്ന് കെടുത്തിയിട്ട് ഈ വൈദ്യുതി ക്ഷാമത്തെക്കുറിച്ച് ചിലത് പറയാം. അപ്പോൾ ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധം ശക്തം. സമരക്കാർ KSRTC ബസ്സുകൾ തടഞ്ഞു. പോലീസ് ബലം പ്രയോഗിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. പ്രതിദിന ഉപയോഗം 118.26 ദശലക്ഷം യൂണിറ്റ്. 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി KSEB. പുത്തൻചിറയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ശക്തമാക്കി എക്സൈസ് വകുപ്പ്. അന്വേഷണം പുരോഗമിക്കുന്നത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ CK സജികുമാറിന്റെ മേൽനോട്ടത്തിൽ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധം ശക്തം. സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞതോടെ പലയിടങ്ങളിലും ഗതാഗതക്കുരുക്കുണ്ടായി. സമരക്കാർ KSRTC ബസ്സുകൾ തടഞ്ഞു. പോലീസ് ബലം പ്രയോഗിച്ചു. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ജനങ്ങൾ വലഞ്ഞു. മാളയിൽ KSRTC ബസ്സുകളും ഏതാനും ചില സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തി. കടകമ്പോളങ്ങൾ ഒന്നും തന്നെ തുറന്നു പ്രവർത്തിച്ചില്ല. സർവീസ് നടത്തിയ ബസ്സുകൾ തടഞ്ഞ സമരാനുകൂലികളായ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. KPMS സംസ്ഥാന നേതാവ് ലോചനൻ അമ്പാട്ട്, CK കാർവർണൻ, PC ബാബു എന്നിവരാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂരിൽ ശവപ്പെട്ടി വഹിച്ചുകൊണ്ടുള്ള പ്രതിഷേധ വിലാപയാത്ര നടത്തി. സാമുദായിക കക്ഷി വിവിധ നേതാക്കളായ സന്തോഷ് കൊടുങ്ങല്ലൂർ, KV സുരേഷ്, MR സിദ്ധാർത്ഥൻ, പ്രതാപൻ, ഗോകുൽ, രഞ്ജിത്ത്, സദൻ ചാപ്പാറ, പൊന്നൻ, ശർമിള സുമേഷ്, മണി തേർപ്പുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് താലൂക്ക് ഓഫീസിനു മുമ്പിൽ ചേർന്ന പ്രതിഷേധ യോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KA രമേശൻ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് കൊടുങ്ങല്ലൂർ, KV സുരേഷ്, സിദ്ധാർത്ഥൻ, ഗോകുൽ, രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഹർത്താൽ കൊച്ചിയിൽ കാര്യമായി ബാധിച്ചിട്ടില്ലെങ്കിലും വടക്കൻ പറവൂരിൽ ദളിത് സംഘടനകൾ വാഹനങ്ങൾ തടഞ്ഞു. എന്നാൽ പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയും വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്തു. ചാലക്കുടിയിൽ ഹർത്താൽ സമാധാനപരം. വ്യാപാര സ്ഥാപനങ്ങളിൽ ബഹുഭൂരിപക്ഷവും തുറന്നു പ്രവർത്തിച്ചു. എന്നാൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. KSRTCയും ഓട്ടോറിക്ഷകളും സർവീസ് നടത്തി. സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെച്ചത് മലയോര മേഖലയിലുള്ളവർക്ക് ദുരിതമായി മാറി. സർക്കാർ ഓഫീസുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. KPMS ചാലക്കുടി യൂണിയന്റെ നേതൃത്വത്തിൽ സൗത്ത് ജംഗ്ഷനിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതികളായവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. യൂണിയൻ പ്രസിഡന്റ് AK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ശിവൻ ഈശ്വരത്ത്, രാജി ഐക്കരത്ത്, KS ജഗദീശൻ, ഗോപി ചെങ്ങിനിയാടൻ, KA പ്രവീൺകുമാർ, KV ജിഷോർ എന്നിവർ സംസാരിച്ചു. കൊച്ചി നഗരത്തിൽ സാധാരണ രീതിയിൽ പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ചിലത് സർവീസ് നടത്തുന്നില്ല. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഹർത്താലിൽ പങ്കെടുക്കില്ലെന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതി നേരത്തെ അറിയിച്ചിരുന്നു. അതിനാൽ കടകളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. പ്രതിദിന ഉപയോഗം 118.26 ദശലക്ഷം യൂണിറ്റാണ്. 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ഉയർന്ന വൈദ്യുതി ആവശ്യം KSEB നേരിടുന്നത്. പുറത്തുനിന്ന് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനം നടപ്പാകാതെ വന്നതോടെ വൈദ്യുതി പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. ഈ മാസം 18-ന് 117.15 ദശലക്ഷം യൂണിറ്റ് മറികടന്നാണ് ഇതുവരെയുണ്ടായ ഏറ്റവും ഉയർന്ന അളവ്. എന്നാൽ ഇന്നലത്തെ വൈദ്യുതി ഉപയോഗം ആ റെക്കോർഡും മറികടക്കുകയായിരുന്നു. ഇന്നലെ വൈദ്യുതി വാങ്ങിയതിലും റെക്കോർഡിട്ടു. 91.78 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് വാങ്ങിയത്. വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്ത് രൂക്ഷമാണ്. 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ഉയർന്ന വൈദ്യുതി ആവശ്യം KSEB നേരിടുന്നത്.
പുറത്തുനിന്ന് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനം നടപ്പാകാതെ വന്നതോടെ വൈദ്യുതി പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയതിന് പിന്നാലെ KSEB പവർ എക്സ്ചേഞ്ചിനെ സമീപിച്ചെങ്കിലും വൈദ്യുതി ലഭ്യമല്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. ഇതിനിടെ കൂടുതൽ വൈദ്യുതി നിയന്ത്രണത്തിനും ബോർഡ് തയ്യാറെടുക്കുകയാണ്. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് വൈദ്യുതി നിയന്ത്രണം. മീഡിയ ടൈം, കൊച്ചി. പുത്തഞ്ചിറയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ശക്തമാക്കി എക്സൈസ് വകുപ്പ്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ CK സജികുമാറിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബാബു PM ഉൾപ്പെടെയുള്ള സംഘമാണ് നിലവിൽ പരിശോധന തുടരുന്നത്. കഴിഞ്ഞ ദിവസം പുത്തഞ്ചിറ കോവിലകത്ത് കുന്നിൽ പാടത്തിന് സമീപമുള്ള ചാലിൽ നിന്നാണ് 130 കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ എക്സൈസ് സംഘം കണ്ടെത്തിയത്. കേസിന്റെ തുടർ അന്വേഷണം തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്കാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 15-ന് പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. പരീക്ഷാഫലം വന്നാലുടൻ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം ആരംഭിക്കും. മെയ് 22-ന് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടൻ തന്നെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ സ്വീകരിക്കും. അതിന്റെ ഫലം മെയ് അവസാന വാരം പ്രഖ്യാപിക്കും. +1 പരീക്ഷാ ഫലം ജൂൺ 10-ന് പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അധ്യാപകർക്ക് അക്കാദമിക് സ്പിരിറ്റ് ഇല്ലാത്തത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും കർശനമായ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും ശിവൻകുട്ടി മുന്നറിയിപ്പ് നൽകി. പഠന പിന്തുണ ക്ലാസുകൾ പൂർത്തിയായി. രാവിലെ 7:30 മുതൽ 10:30 വരെയാണ് ക്ലാസുകൾ. എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും ഉറപ്പാക്കിയായിരുന്നു ക്ലാസ്. ഉയർന്ന താപനില രേഖപ്പെടുത്തിയ ജില്ലകളിൽ ഓൺലൈനായി ക്ലാസുകൾ നടത്തി. ക്ലാസുകൾ നടത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ മാനദണ്ഡങ്ങൾ പ്രകാരം മാർക്കുകൾ നൽകേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരായി കോൺഗ്രസ് ഫാമിലിയുടെ പേരിൽ ഫ്ലക്സ് ബോർഡ്. എറണാകുളം DCC ഓഫീസിനു മുന്നിലാണ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുകൊണ്ടാണ് പോസ്റ്ററുകൾ എന്നാണ് വിവരം. VD സതീശൻ PR പണി നിർത്തണമെന്നാണ് പോസ്റ്ററിലെ പരാമർശം. PR വർക്കിന്റെ ബലത്തിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കളെ താറടിച്ചു കാണിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള VD സതീശന്റെ വ്യാമോഹം നടക്കില്ലെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലിയുടെ പേരിലുള്ള പോസ്റ്ററിൽ പറയുന്നത്. VD സതീശന്റെ PR പണി അവസാനിപ്പിക്കണമെന്നും മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിച്ചുകൊള്ളുമെന്നുമാണ് മറ്റൊരു പോസ്റ്ററിലെ രൂക്ഷമായ ആക്ഷേപം. കൊടുങ്ങല്ലൂർ അഷ്ടപതി തിയേറ്റേഴ്സിന്റെയും കോട്ടപ്പുറം കിഡ്സിന്റെയും കാരിറ്റാസ് ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മാമോഗ്രാം ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വലിയൊരു ദൗത്യത്തിനാണ് അഷ്ടപതി ക്ലബ്ബ് സാക്ഷ്യം വഹിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒന്നാണ് ആരോഗ്യ മേഖല എന്നത്. ഇന്ന് ആരോഗ്യ മേഖല സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇന്ന് ക്യാൻസർ എന്നുള്ള ഒരു രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരിശോധിച്ചാൽ അറിയാം, മുമ്പ് വളരെ വിരളമായി എവിടെയെങ്കിലും കേട്ടിരുന്ന ഒന്നാണ് ക്യാൻസർ രോഗം എന്നത്. പക്ഷേ ഇന്ന് ഒരു 10 വീട് എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരിക്കും. പ്രസിഡന്റും 32 വാർഡ് കൗൺസിലർമാരായ MA സഗീർ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റും 32ാം വാർഡ് കൗൺസിലറുമായ MK സഗീർ അധ്യക്ഷത വഹിച്ചു. MP മനോജ് ചികിത്സാ സഹായം ചെയർപേഴ്സൺ ഏറ്റുവാങ്ങി. കിഡ്സ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ വിനു പീറ്റർ മുഖ്യാതിഥിയായിരുന്നു. അഷ്ടപതി സെക്രട്ടറി PM മനേഷ്, EO ജോൺസൺ എന്നിവർ സംസാരിച്ചു. കോർഡിനേറ്റർ ഗ്രേസി ജോൺ, ലിൻഡ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധം ശക്തം. സമരക്കാർ KSRTC ബസ്സുകൾ തടഞ്ഞു. പോലീസ് ബലം പ്രയോഗിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. പ്രതിദിന ഉപയോഗം 118.26 ദശലക്ഷം യൂണിറ്റ്. 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി KSEB. പുത്തഞ്ചിറയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ശക്തമാക്കി എക്സൈസ് വകുപ്പ്. അന്വേഷണം പുരോഗമിക്കുന്നത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ CK സജികുമാറിന്റെ മേൽനോട്ടത്തിൽ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.